വീടിന്റെ അഡ്രസ്സ് ചോദിക്കുന്നു. ആ സ്വാമി നല്ല ചോദ്യമാണ് ചോദിച്ചത്. വിധി ഉണ്ടോ, വിധി മാറ്റാൻ പറ്റുമോ, വിധി മാറ്റാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്? അയ്യോ, ഇത്ര നല്ലൊരു ചോദ്യം സ്വാമി. ഈ സമയത്ത് നിങ്ങൾ ഞാൻ തല വണങ്ങുന്നു. നല്ല ചോദ്യം ചോദിക്കാൻ അതിന് നൽകാം. ഈ സ്വാമിയുടെ ചോദ്യം പറഞ്ഞു മകര ചോദ്യം മകര വരച്ചതിനെ കുറിച്ച് ഞാൻ പറയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു വിട്ടുപോയത്, സ്വാമിമാർ എന്നെ ഓർമ്മപ്പെടുത്തി, ഓർമ്മയില്ലാണ്ടല്ല ഇത് പ്രത്യേകം പറയണമെന്ന് വിചാരിച്ചത്. ഈ വേദി ഒരുക്കി തന്ന സ്വാമിമാർക്ക് ഞാൻ എൻ്റെ നമസ്കാരം പറയുന്നു. ആദ്യം തന്നെ എൻ്റെ ഗുരുവിന് ഞാൻ നമസ്കാരം പറഞ്ഞു. അതിനുശേഷം ഇവിടുത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും, പ്രത്യേകിച്ച് സുഭാഷ് വാസു സ്വാമികൾക്കും, പിന്നെ ഇവിടെ ഈ സ്വാമി, ഇതെല്ലാം പേര് മുരളി കോട്ടയംകഴകം മുരളി സ്വാമി, അവർക്കും എൻ്റെ നമസ്കാരം. സ്വാമിയുടെ അശോക് സ്വാമികൾക്കും, പിന്നെ ഇവിടെ വന്ന എല്ലാ സ്വാമിമാർക്കും, പ്രത്യേകിച്ച് ഇവിടെ എല്ലാ സ്വാമിമാർക്കും എൻ്റെ നമസ്കാരം പറഞ്ഞ് അടുത്ത് പിന്നെ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ച എല്ലാ സ്വാമിമാർക്കും വീണ്ടും വീണ്ടും എൻ്റെ നന്ദി പറഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്വാമിയുടെ വളരെ പ്രധാനമായ ഒരു ചോദ്യം, വിധി ശരിയാണെങ്കിൽ നമ്മളുടെ തലയിലെഴുത്ത് ഒന്നുണ്ടെങ്കിൽ തലയിലെഴുത്ത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിന് ക്ഷേത്ര ദർശനം നടത്തണം? അല്ല, വിധി നമുക്ക് മാറ്റാൻ പറ്റില്ല. ഏറ്റവും എല്ലാ ചോദ്യങ്ങളും എനിക്ക് സന്തോഷമുണ്ടാക്കിയിട്ട് ഈ ഒരു ചോദ്യം വളരെ വളരെ പ്രധാനമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ഉത്തരം ഭാരതദേശത്തിൽ ഉള്ള ഋഷിമാർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞർ, നാസ സയന്റിസ്റ്റ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്കാർക്കും ഉത്തരം നൽകാൻ പറ്റില്ല. എല്ലാവർക്കും ലളിതമായി പറയാം. ഈ ചോദ്യം ചോദിച്ചത് സത്യവാൻ സാവിത്രിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? പണ്ട് സിനിമയിൽ കേട്ടിട്ടുണ്ടാവും സത്യവാൻ സാവിത്രി. അപ്പോ സാവിത്രി എന്ന ആ മഹാറാണിക്ക് സത്യവാനെ കണ്ടപ്പോൾ ഒരു മോഹം, വിവാഹം കഴിക്കണമെന്ന്. അപ്പോ ഗുരുവിനോട് ചോദിക്കാതെ ഒരു കാര്യം അന്ന കാലത്ത് ചെയ്യില്ല. ഗുരുവിനോട് ചോദിച്ചു, എനിക്ക് ഈ സത്യവാനെ കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ അയാളുടെ ജാതകവശാൽ ഇന്നിൽ നിന്നും 1 കൊല്ലത്തിനകം അയാൾ വിധിപ്രകാരം മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാൾ വിവാഹം കഴിക്കണം, വിധിയെ മാറ്റാൻ പറ്റില്ല എന്നത് ശരിയായതുകൊണ്ട് നാരദ മഹർഷിനോട് ചോദിച്ചു, വിധിയെ മാറ്റാൻ പറ്റുമോ? അപ്പൊ മഹർഷി പറഞ്ഞു, ഉറപ്പായും വിധിയെ മാറ്റാൻ പറ്റും. ഒന്നും കൂടെ പറയണേ, വിധിയെ മാറ്റാൻ പറ്റും. വിധി മാറാൻ വേണ്ടിയാണ് നമ്മളുടെ ഭാരതത്തിൽ മാത്രം ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പറയുന്ന ചടങ്ങുകളും ക്ഷേത്ര ദർശനവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നമ്മളുടെ വിധിയെ നമുക്ക് മാറ്റാം, തീർച്ചയായും മാറ്റാൻ പറ്റും. പക്ഷെ അതിനൊരു വഴിയുണ്ട്. ആദ്യം തന്നെ ആലോചിക്കണം, ഈ സത്യവാൻ സാവിത്രിയുടെ കഥയിൽ അയാൾക്ക് ആയുസ് 1 കൊല്ലം തീരുന്നത് ആയുസ്സിനും ശക്തി ഊർജമിട്ട് വെക്കണം. നമ്മളുടെ ബഡ്ജറ്റിംഗ് പോലെ ഇപ്പൊ എനിക്ക് നമ്മൾക്കെല്ലാവർക്കും മാസം ശമ്പളമുണ്ട് അല്ലേ? നമ്മൾ സമ്പാദിച്ച് ഇപ്പോ ഇത് നവംബർ മാസമാണ്, നമ്മൾ നവംബറിൽ ജോലി ചെയ്യുന്നത് നവംബർ മാസത്തിന്റെ ചെലവിന് വേണ്ടിയോ ഡിസംബർ മാസത്തിന് വേണ്ടിയാണോ? ഈ മാസം ജോലി ചെയ്യുന്നത് ഈ മാസത്തെ ശമ്പളത്തിന് വേണ്ടിയാണ്, അടുത്ത മാസത്തിന് വേണ്ടിയാണ്? അടുത്ത മാസത്തിന് വേണ്ടിയാണ്. ഈ മാസത്തിന്
കഴിഞ്ഞ മാസം തന്നെ സമ്പാദിച്ചു കഴിഞ്ഞു. അതിന്റെ ഫലം ഊർജമെടുത്താണ് സമ്പാദിക്കുന്നത്. അപ്പോ സത്യവാനും ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട്, ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരും അതുപോലെ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബഡ്ജറ്റ് ഇങ്ങനെയാണ് വിധി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ശമ്പളം നമ്മൾ വിഭജിച്ചെടുക്കും. നമ്മളുടെ ശാസ്ത്രം പറയുന്നത് 8ആയിട്ടോ 12ആയിട്ടോ ആരോഗ്യത്തിന്, ഭക്ഷണത്തിന്, ഇത്ര സിനിമ കാണാൻ, ഇത്ര കുട്ടികളുടെ പഠിപ്പിന്, ഇത്ര മരുന്നിന് വേണ്ടി നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ബഡ്ജറ്റ് ചെയ്യുന്നത് വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ പോലെയുള്ളത്. ആയുസ്സും ആരോഗ്യം മാറുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ മഹർഷി പറഞ്ഞു, ഈ സത്യവാൻ ഈ 25ആം വയസ്സ് വരെ ഉള്ള ആയുസ്സിനുള്ള ഊർജം അല്ലെങ്കിൽ ഭാഗ്യശക്തിയെ ഇട്ടുവെച്ചിട്ടുള്ളൂ, അതിനുശേഷമില്ല. അതുകൊണ്ട് വിധിപ്രകാരം ഉറപ്പായും ഇയാൾ മരിക്കും. പക്ഷേ സാവിത്രി, നിനക്ക് ഇയാളെ കല്യാണം കഴിച്ച് 90 വയസ്സോ 100 വയസ്സ് വരെ ജീവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരേ വഴിയുള്ളൂ, ഊർജമുണ്ടാക്കി ആ ഊർജം ആയുസ്സിന് വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഈ സത്യവാന് പിന്നെ പൂർണ്ണായുസ്സുണ്ടാകും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സാവിത്രി കല്യാണം. അപ്പോ ഈ മഹർഷി പറഞ്ഞു കൊടുത്തു, ഇന്നെന്ന ചടങ്ങുകൾ, ഇന്നെന്ന ക്ഷേത്രങ്ങളിൽ, ഇന്നെന്ന ആചാരങ്ങളെല്ലാം ചെയ്ത് 1 കൊല്ലത്തിന്റെ ഉള്ളിൽ നീ ആയുസ്സിന് വേണ്ടിയുള്ള ഊർജം ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായും ഇയാളുടെ വിധി മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞു. ആദ്യ രാത്രിയിൽ സത്യവാൻ സാവിത്രി ദേവിയെ അടുത്തപ്പോൾ ദേവി പറഞ്ഞു, 1 കൊല്ലം ഞാൻ വ്രതത്തിലാണ്. പക്ഷെ പറഞ്ഞില്ല നിങ്ങളുടെ ആയുസ്സിന് വേണ്ടിയാണെന്ന് പറഞ്ഞില്ല. എനിക്ക് ഒരു നേർച്ചയുണ്ട്, 5 ഇന്ദ്രിയങ്ങൾ വെച്ച് എന്റെ ശക്തി മുഴുവനും കാമസുഖത്തിൽ കളയുന്നതിനും കൂടുതൽ ആ ഊർജമെല്ലാം 1 കൊല്ലത്തിലേക്ക് ശേഖരിച്ചു വെക്കണം. 1 കൊല്ലം വേണ്ടി നമ്മൾക്ക് ദാമ്പത്യം ഉണ്ടാകും. അതുമാത്രമല്ല, മഹർഷി പറഞ്ഞ എല്ലാ ക്ഷേത്ര ദർശനങ്ങളും ആചാരങ്ങളും എല്ലാം നടത്തി നിങ്ങൾക്ക് കഥയറിയാം. ആ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ യമധർമ്മ രാജാവ് വന്നു, സത്യവാന്റെ ആത്മാവിനെ എടുത്തു. ഉടനെ സത്യവാൻ മരിച്ചു വീണു. പക്ഷേ ദേവി ഓർമ്മപ്പെടുത്തി, ആ ഊർജമുണ്ടല്ലോ അത് വരമായി അത് തരുകയും ചെയ്തു. സത്യവാന് തിരിച്ച് ജീവൻ കിട്ടി. പിന്നെ അവർ രണ്ടുപേരും പൂർണ്ണ ആയുസ്സോടെ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാവരുടെ വിധിയെയും നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളുടെ വിധി ആരാണ് എഴുതിയത്? ഏത് ഭഗവാനാണ് എഴുതിയെന്ന് നമ്മൾ പറയും? ബ്രഹ്മാവ് എഴുതിയെന്ന് പറയില്ല, അങ്ങനെയല്ല പറയുന്നത്. ബ്രഹ്മാവാണ് എഴുതുന്നത്. പക്ഷെ ഈ ബ്രഹ്മാവിന് അമ്പലങ്ങളുണ്ടോ? ഉണ്ടോ? ശിവന്റെ അമ്പലമുണ്ട്, ദേവിക്ക് അമ്പലമുണ്ട്, വിഷ്ണുവിന് അമ്പലമുണ്ട്. പക്ഷെ ബ്രഹ്മാവിന് അമ്പലമില്ല. കാരണം ബ്രഹ്മാവ് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സാണ്. ഈ വിരലിലൂടെ കാണിക്കാം, ഇതാണ് ബ്രഹ്മാവ്, ഇത് മഹാവിഷ്ണു, ഇത് ശിവൻ. അപ്പോ ഈ ബ്രഹ്മാവ് എന്ന ഈ മനസ്സാണ് നമ്മളുടെ തലയെഴുത്ത് നിർണയിക്കുന്നത്. നമ്മളുടെ ആരുടെ മനസ്സിന് നമുക്ക് ഇഷ്ടമല്ല, അല്ലേ? അടുത്ത് ഇടപഴകിയാൽ അവരുടെ മനസ്സ്, അവരുടെ സ്വഭാവങ്ങൾ കണ്ടാൽ നമ്മൾ അവരെ വെറുക്കും, അവരോട് ഒരു മതിപ്പും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ അറിവ് നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സിനിമാ താരങ്ങളെ അവരുടെ കല അറിവിനെയാണ് കണ്ടാണ് നമുക്ക് അവർ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഒന്ന് അടുത്ത് ഇടപഴകിയാൽ അവരുടെ മനസ്സറിഞ്ഞാൽ നമുക്ക് അവർ ഇഷ്ടാവില്ല, അവരോടുള്ള ബഹുമാനം പോയേക്കും. അത് ഉദ്ദേശിച്ചാണ് ബ്രഹ്മാവിന് അമ്പലങ്ങളില്ല. ബ്രഹ്മാവെന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെ മനസ്സാണ്. ആ മനസ്സാണ് നമ്മളുടെ വിധി എഴുതുന്നത്. അപ്പോ വിധി എഴുതുന്നതിന് ആ വിധി മാറ്റം ഉണ്ടാകാൻ മഹാവിഷ്ണുവിനെയും ഈ ശക്തിയെയും നമ്മളുടെ അവബോധത്തിനെയും പിടിക്കാനാണ് മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ വരുന്നതും ശിവൻ വരുന്നതും ഇവരുടെ രണ്ടുപേരുടെയും സന്താനമായി കാണുന്നത്. അപ്പോൾ ഇവിടെ അറിവെന്നുള്ള ശക്തിയായി വിഷ്ണു മാറി മോഹിനിയായി മോഹിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഉള്ള സത്യം പറയാനാ, ഞാൻ ഇവരെന്നോട് പ്രത്യേകം പറഞ്ഞു, ഇംഗ്ലീഷൊക്കെ ഒന്ന് ഇടയ്ക്ക് കാച്ചണം. ഇംഗ്ലീഷ് കാച്ചിയില്ലെങ്കിൽ ഇവരാർക്കും ഒരു മോഹം ഉണ്ടാവില്ല. ഇംഗ്ലീഷും പറയണം,
അമേരിക്കയിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഇവർ കുറെ നേരം നിൽക്കുകയുള്ളൂ. കൊടുങ്ങല്ലൂർകാരൻ എന്ന് പറഞ്ഞാൽ 5 or 6 പേരെ ഇവിടെ നിൽക്കും. വേഗം അവർ പോയിരിക്കും. ഇവരെ മോഹിപ്പിച്ച് നിർത്തണമെങ്കിൽ അറിവായുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇവർ നിൽക്കുള്ളൂ. അതാണ് മഹാവിഷ്ണു ഭസ്മാസുരനെ നശിപ്പിക്കാൻ മോഹിനി അവതാരം എടുത്തത്. ഒന്നുകൂടെ കഥ വിശദീകരിക്കാമല്ലോ. ഭസ്മാസുരന് എന്താണ് വരം കിട്ടിയത്? ഞാൻ എല്ലാവരുടെയും വിധിയും മാറ്റാൻ, അത് എന്റെ ഇഷ്ടത്തിന് മാറ്റും. ആരുടെ തലയിൽ കൈവച്ചോ അവൻ ഭസ്മമാകണം എന്ന് ശിവനോട് വരം ചോദിച്ചു. ഇതാണ് ശിവൻ വേഗം നമ്മളെ പ്രപഞ്ച ശക്തിയേക്ക് ഐക്യമാക്കിയേക്കും. അവിടെ നിന്നാണ് ശക്തി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഭസ്മാസുരൻ ശിവന്റെ നേരെ തപസ്സിരുന്ന് ആ വരം വാങ്ങിച്ചത്. വരം എന്ന് പറഞ്ഞാൽ ഭാഗ്യശക്തി എന്നർത്ഥം. ഭാഗ്യശക്തി തപസ്സിരുന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോ ഈ ഭസ്മാസുരൻ എല്ലാവരെയും തല തൊട്ട് ഭസ്മമാക്കുമ്പോൾ ശിവനോട് പറഞ്ഞു, ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ ശിവൻ ഓടേണ്ടി വന്നു. പിന്നെ വിഷ്ണു പറഞ്ഞു, ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ അറിവിന്റെ രൂപമാണ്. പക്ഷേ ഈ അറിവ് മോഹിനിയായി മോഹിപ്പിക്കുന്നതായി വന്ന് ഇവന്റെ താളത്തിന് തുള്ളിയാൽ ഇവനെ നശിപ്പിക്കാൻ പറ്റും. നമ്മളുടെ അഹങ്കാരമെല്ലാം നശിക്കണമെങ്കിൽ, നമ്മളുടെ ഭാരത ശാസ്ത്രത്തിന്റെ മഹിമ അറിയണമെങ്കിൽ എന്നോട് ഞാൻ അഭ്യർത്ഥിച്ചത് ഈ മോഹിനി രൂപമായി ഞാൻ ശാസ്ത്രം പറയണം. എന്റെ ഗുരു മലയാളത്തിൽ പറഞ്ഞാൽ മോഹമുണ്ടാകില്ല. സയന്റിസ്റ്റ് എന്ന് ഞാൻ മോഹിപ്പിച്ചാൽ നിങ്ങൾ എല്ലാവരും ഇരുന്ന് കേൾക്കും. ആ രൂപമാണ് മഹാവിഷ്ണു മോഹിനിയായി എടുത്തത്. ഭസ്മാസുരനോട് പറഞ്ഞു, നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എന്നെ പോലെ ഏറ്റവും നല്ല ഡാൻസ് ആടുന്ന ഒരാളെ കല്യാണം കഴിച്ചാൽ, അറിയുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭസ്മാസുരൻ പറഞ്ഞു, എനിക്ക് ഡാൻസ് അറിയില്ല. അപ്പോ ഈ മോഹിനി പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഞാൻ പഠിപ്പിച്ച് നീ വലിയ ഡാൻസുകാരനായാൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ ഭസ്മാസുരൻ പറഞ്ഞു, ഓക്കെ അത് നല്ലതാണ്. പോരാത്തത് നീ നല്ല സുന്ദരിയാണ്. നിന്നെ പോലെ ഒരാളുടെ കൂടെ ഡാൻസ് പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഒന്ന് തൊടാലോ എന്നും പറഞ്ഞ് മോഹിനിയുടെ അടുത്ത് ഡാൻസ് പഠിപ്പിച്ചു. മോഹിനി താ തൈ തിം എന്ന് പറഞ്ഞ് ഓരോ ആംഗ്യങ്ങൾ കാണിച്ചു. ഭസ്മാസുരനും ഇങ്ങനെ കാണിച്ചു. ഡാൻസ് മൂത്ത് ഇടയ്ക്ക് ഒന്ന് ദേവി ഇക്കിളി കൂട്ടുന്ന പോലെ 1-2 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മോഹവലയപ്പെട്ട് പിന്നെ ദേവി പറഞ്ഞു, ഇനി പ്രധാനമായി ഒരു അടവ് കൂടെ ഉണ്ട്. ആ അടവ് കൂടെ കഴിഞ്ഞാൽ പിന്നെ നാട്യശാസ്ത്രം പൂർണ്ണമായി നിനക്ക് കിട്ടി എന്ന് പറഞ്ഞ് താ തൈ എന്ന് പറഞ്ഞ് ഇവിടെ ആംഗ്യങ്ങൾ തൊട്ട് പിന്നെ പതുക്കെ ഈ ആംഗ്യം കാണിച്ചപ്പോൾ ഭസ്മാസുരൻ ഇങ്ങനെ വെച്ചു. അതോടെ ഭസ്മമായി. അതാണ് ഇതെല്ലാം ഞാനെന്താ പറയുന്നത്. കപില മഹർഷി പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിൽ ജനങ്ങളെ മോഹിപ്പിക്കാൻ ശാസ്ത്രം എന്ന പേര് പറഞ്ഞാൽ, സയന്റിഫിക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉടനെ വിശ്വസിക്കും. അതേ സയൻസ് കൊണ്ട് തന്നെ അതൊരു ആസുരിക ശക്തിയാണ് സയൻസ് എന്ന് പറഞ്ഞ ശാസ്ത്രം. നമ്മളെല്ലാവരെയും വശത്താക്കി നമ്മളുടെ ഊർജമെല്ലാം പാശ്ചാത്യ ശാസ്ത്രം കൊണ്ട് നമ്മളെല്ലാം അടിമകളാക്കും. അതിൽ നിന്ന് മോചിപ്പിക്കാൻ അതേ ശാസ്ത്രം മോഹിനി രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അഹങ്കാരമായ ഭസ്മാസുരൻ നശിച്ച് നമുക്ക് മോക്ഷമുണ്ടാകും. സ്വാമി ശരണമയ്യപ്പ. അപ്പോ സ്വാമികൾ വിധി തീർച്ചയായും മാറ്റാൻ പറ്റും. ആ വിധി മാറ്റാനുള്ള ഏക ശാസ്ത്രം നമ്മളുടെ ഭാരത ശാസ്ത്രമാണ്. ഏതെങ്കിലും ജ്യോതിഷ ഞാൻ പറഞ്ഞില്ലേ ഈ ഗുരുജിയെ കുറിച്ച്, ഏത് ജ്യോതിഷമാരും പറയും വിധിയെ മാറ്റാൻ പറ്റില്ല. എനിക്കറിയുള്ള ഒരേ ജ്യോതിഷൻ ഈ ഗുരുജി മാത്രമാണ്. ഈ ഗുരുജി പറഞ്ഞു, ഊർജം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈ ശാസ്ത്രത്തിലൂടെ ഊർജം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായും ആയുസ് അല്ലെങ്കിൽ വിധി മാറ്റാൻ പറ്റും. സ്വാമി പറഞ്ഞു,
മകരജ്യോതിയുടെ അതിന്റെ പ്രാധാന്യം എന്താണ്? അയ്യപ്പസ്വാമി മുദ്രയിലൂടെ കാണിക്കുന്നു, മൂന്ന് തരത്തിലുള്ള ജ്യോതിയുണ്ട്. ജ്യോതി തന്നെ മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് ശരീരം വഴിയെ നമ്മൾ കാണുന്നത്, നമ്മളുടെ കണ്ണെന്ന ഇന്ദ്രിയത്തിലൂടെ മകരസംക്രാന്തിക്ക് നമ്മൾ ദർശിക്കുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്, അല്ലേ? മകരജ്യോതി കാണുന്നത്, മകരവിളക്കായും കാണുന്നതും ഇന്ദ്രിയങ്ങളിലൂടെയാണ്. പക്ഷേ അത് ഭക്തിയിലൂടെ കാണുന്ന രണ്ടാമത്തെ ജ്യോതിയാണ് നമ്മുടെ ഈ മകരവിളക്ക് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ജ്യോതി, നമ്മൾ ഈ പറഞ്ഞ വിധിപ്രകാരം എല്ലാ ആചാരങ്ങളും നടത്തി ശബരിമാതാവിനെ പോലെ ആ ഭക്തിയോടെ വന്നാൽ മൂന്നാമത്തെ ജ്യോതി നമ്മളുടെ ആത്മജ്യോതിയായി തെളിയും. ആ ജ്യോതി തെളിഞ്ഞാൽ നമുക്ക് അന്ന് മോക്ഷം കിട്ടും. പക്ഷെ ആ ജ്യോതി എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് ഈ രണ്ട് ജ്യോതികളെ നമുക്ക് കൺമുൻപിൽ നമുക്ക് കാണാം. ഒന്ന് മലയിലൂടെ കാണുന്ന ജ്യോതി, നക്ഷത്രമായും നമുക്ക് കാണുന്ന ജ്യോതി. നക്ഷത്രമായി കാണുന്ന ജ്യോതി അറിവിലൂടെയുള്ള കാണുന്ന ജ്യോതിയാണ്. എന്തെന്നാൽ പല നക്ഷത്രങ്ങളിലൂടെ ഇന്ന നക്ഷത്രമാണ് എന്ന് ഒരു അസ്ട്രോളജി പഠിച്ച ആൾക്ക് മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് അത് അറിവിലൂടെ കാണുന്ന ജ്യോതിയാണ്. ഒരിക്കൽ കൂടി പറയാം, നമ്മൾക്ക് മൂന്ന് ജ്യോതികളെ ആണ് ഭഗവാൻ നമുക്ക് കാണിക്കുന്നത്. ആദ്യം ഇന്ദ്രിയങ്ങളുടെ കണ്ണിലൂടെ കാണുന്ന ജ്യോതി, പിന്നെ അറിവിലൂടെ ആകാശത്ത് കാണുന്ന നക്ഷത്ര ജ്യോതി, മൂന്നാമത് ആത്മജ്യോതി. ആത്മജ്യോതി അവനവന്റെ പ്രയത്നം മൂലം, ഭക്തി മൂലം അവനവന്റെ ഉള്ളിൽ തെളിയുന്ന ആത്മജ്യോതിയാണ് മൂന്നാമത്തെ ജ്യോതി. ആ ആത്മജ്യോതിയാണ് തത്വമസിയുടെ അർത്ഥം. ആ ജ്യോതി കണ്ടാൽ അതോടെ നമുക്ക് മോക്ഷം കിട്ടും. അതാണ് ആ മൂന്ന് ജ്യോതിയുടെ കാര്യം. വ്യക്തമായി വിചാരിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമി എന്റെ ചോദ്യം സ്വാമി ചോദിച്ചത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഗണപതിക്കും മുരുകൻ സുബ്രഹ്മണ്യ സ്വാമിക്കും ശരണം വിളിയില്ല, അയ്യപ്പസ്വാമിക്ക് മാത്രമേ ഉള്ളത്. അത് പൂർണ്ണമായും ശരിയല്ല. എല്ലാ ദേവതകൾക്കും അതിൻ്റെതായ ഊർജം ഉണ്ടാകണമെങ്കിൽ അതിന് മന്ത്രങ്ങളാണ് അതിന് വഴിവെക്കുന്നത്. ഉദാഹരണത്തിൽ വെള്ളമൊന്നാണ്. ഇപ്പോൾ ഒരിക്കൽ എൻ്റെ മകനും ഇതുപോലെയാണ് ചോദിച്ചത്, എന്തിനാണ് ഓരോ ദൈവങ്ങൾ, പല ദൈവങ്ങളുള്ളതും ഓരോ ദൈവങ്ങൾക്കും ഓരോ മന്ത്രങ്ങൾ? സുബ്രഹ്മണ്യ സ്വാമിക്ക് ഓം സർവണഭവായ നമഃ എന്ന് പറയും, ഓം ഹരിശ്രീ ഗണപതായ നമഃ എന്ന് ഗണപതിക്ക് പറയും, അയ്യപ്പ സ്വാമിക്ക് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയും. അപ്പോൾ ഏത് അമ്പലത്തിൽ, സ്വാമി കേട്ടോന്നറിയില്ല, ഏത് അമ്പലത്തിൽ പോയാലും നമ്മൾ ശരണം വിളിക്കണം. അതാത് ദേവതകളുടെ എല്ലാ അമ്പലങ്ങളും ബാങ്കാണ്. നമ്മൾക്കിപ്പോൾ ലോൺ കിട്ടണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ലോൺ കിട്ടുന്നത്? ഏതോ ഒരു പൈസക്കാരൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് വെക്കുന്നതല്ലേ നമുക്ക് ആവശ്യക്കാർക്ക് ലോണായി കിട്ടുന്നത്. ഇവിടെ സാക്ഷാൽ, ഇപ്പൊ നമ്മുടെ ചരിത്രത്തിൽ ചോദിച്ചില്ലേ, സാക്ഷാൽ ഈ അയ്യപ്പ സ്വാമി തൻ്റെ ആത്മശക്തിയെ ഇവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് നമുക്കെല്ലാം ലോണായി കിട്ടുന്നത്. അതുപോലെയാണ് അവിടെ പഴനിയിലും എല്ലാ അമ്പലങ്ങളിലും ഓരോ ഒന്നിന് ഋഷിമാർ അല്ലെങ്കിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് ഊർജം കിട്ടും. പക്ഷെ ആ ഊർജം കിട്ടണമെങ്കിൽ ആ മന്ത്രത്തെ ചൊല്ലിയാൽ ആ ഊർജം അതുപോലെ നമ്മൾ വിചാരിച്ചമായി കിട്ടും. ഉദാഹരണത്തിന് എൻ്റെ മകൻ ഒരിക്കൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ